Welcome to English class. Today we discuss the last part of our first unit. Okay, you have read about Masaji, Johnsy and Calvert. Imagine you have to introduce one of them during a meeting. Make a short speech on him, introducing him to others. Use some of the expressions in the box below to begin your speech. ഇവിടെ നമ്മൾ പഠിച്ചൊരു ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ 2-3 ആളുകളെ പരിചയപ്പെട്ടിരുന്നു. അതായത് റീഡ് അബൌട്ട് മസാജി, ജോൺസി, കാൽവർട്ട്. ഇമാജിൻ യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് വൺ ഓഫ് ദം ഡ്യൂറിങ് എ മീറ്റിംഗ്. അപ്പോൾ നമ്മൾ ഇവരിൽ ഏതെങ്കിലും ഒരാളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് അവരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മേക്ക് എ ഷോർട്ട് സ്പീച്ച് ഓൺ ഹിം. അവരെ കുറിച്ചിട്ട് നമ്മൾ ചെറിയൊരു പ്രസംഗം അല്ലെങ്കിൽ അവർ ഇന്ന വ്യക്തിയാണ്, ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്പീച്ച് നടത്തുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ മറ്റുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യൂസ് സം ഓഫ് ദ എക്സ്പ്രഷൻ ഇൻ ദ ബോക്സ് ബിലോ. നമുക്കിവിടെ ബോക്സിൽ കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാമെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ്. നമുക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തുടങ്ങാം, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് കാൽവേർട്ട്, ആ രീതിയിൽ തുടങ്ങാം. അല്ലെങ്കിൽ ഐ എം ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് അയ്യപ്പ മസാജി, ആ രീതിയിൽ തുടങ്ങാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് ഇസ് മിസ്റ്റർ കാൽവേർട്ട് ഹു ഈസ് ആൻ എൻജിനീയർ, ആ രീതിയിൽ നമുക്ക് പറയാം. ദെൻ അതല്ലെങ്കിൽ ഇറ്റ് ഈസ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഈ സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അവരെ കുറിച്ചിട്ട് പിന്നെ ബാക്കി നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മളെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ലുക്കിംഗ് ബാക്ക്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്, കുറേ ടെൻസുകളൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതൊന്നും കൂടി നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ്. നമ്മൾ വേർബൊക്കെ പഠിച്ചതാണ് അല്ലേ. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൽ ഏതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് us take an umbrella ഡാഷ് ട്രെയിൻ നൗ. ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യം നമ്മൾ ഏത് ടെൻസിലാണോ പറയേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ രീതിയിലേക്ക് എഴുതാം. ഇത് നമ്മളിനി ഇവിടെ ആൻസർ പറയുന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ എല്ലാ ടെൻസുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അടുത്തത് റാണി ഡാഷ് സ്റ്റേ അറ്റ് തെന്മല എക്കോ ടൂറിസ്റ്റ് സെൻറ്റർ ഫോർ 2 days. അപ്പോൾ റാണി 2 ദിവസമായിട്ട് തെന്മല എക്കോ ടൂറിസ്റ്റ് സെൻറ്ററിൽ താമസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 2 days എന്നവിടെ കറക്റ്റായിട്ട് ദിവസമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതേണ്ടതെന്ന്. അടുത്തത് വി വർ ഡാഷ് ക്ലീൻ ദ ഗാർഡൻ വെൻ ദ ഡോഗ് ബാർക്ക്ഡ്. അല്ലേ, ഡോഗ് കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഗാർഡൻ ക്ലീൻ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതേണ്ടതെന്നാൽ അപ്പോൾ വി വേർന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏത് ടെൻസിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഡാഷ് കോസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അത് പ്രകൃതിയിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ ആ രീതിയിൽ ചേർക്കുക. അടുത്തത് ഐ ഡാഷ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് നൗ ഐ വിൽ ഗോ ടു സ്ലീപ്പ്. ഞാനെപ്പോൾ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഞാനിനി ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഏത് ടെൻസിലായിരിക്കും യൂസ് ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് എഴുതുക. ഇത് നമ്മൾ ആൻസർ പറയുന്നില്ല. കാരണം കുറേ ആളുകൾ പറഞ്ഞിരുന്നു ചെയ്യാൻ സ്വന്തമായിട്ട് അസൈൻമെൻറ്റ് വേണമെന്നൊക്കെ. അപ്പോൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് അടുത്ത തന്നിട്ടുള്ള ആക്ടിവിറ്റി നോക്കാം. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ സുധീർ ആൻഡ് അബ്ദു. ചേഞ്ച് ദ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് ടു ദ അപ്രോപ്രിയേറ്റ് ഫോം. ഇവിടെ 2 പേര് തമ്മിലുള്ള കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഏത് ടെൻസാണ് അല്ലെങ്കിൽ ബിയുടെ ഏത് ഫോമാണ് ചേർക്കേണ്ടതെന്ന്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഈസ്, ആം, വാസ്, ആർ ആൻഡ് വേർ ആർ ഫോംസ് ഓഫ് ബി. അതായത് നമ്മൾ ആം, ഈസ്, ആറ്, വാസ്, വേർ അതിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാണ് ബി എന്നുള്ളത്. ബീന് മെയിനായിട്ടും 5 ഫോംസുകളാണുള്ളത്. ആം, ഈസ്, വാസ്, ആറ്, വേർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി കോൺവെർസേഷൻ നോക്കാം. സുധീർ, ഹലോ,
Abdu, oh, is it Sudhir? Sudhir, yes, Sudhir, yeah. May I know who be calling? അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താണ് അല്ലെ, ആദ്യം ഫസ്റ്റ് ഹലോ രണ്ടുപേരും കണ്ട സമയത്ത് പറഞ്ഞു ഈസ് ഇറ്റ് സുധീർ, ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ അല്ലേ ഫോൺ വിളിച്ച സമയത്ത് ചോദിച്ചു ഈസ് ഇറ്റ് സുധീർ, സുധീർ ആണോ എന്ന് ചോദിച്ചു. യെസ് സുധീർ ഹിയർ, അല്ലേ ഞാൻ സംസാരിക്കും സുധീർ ആണെന്ന് പറഞ്ഞു. മേ ഐ നോ ഹൂ, അല്ലേ ആരാ വിളിക്കുന്നത് എന്ന് ചോദിച്ചതാണ്. മേ ഐ നോ ഹൂ, അപ്പോൾ അവിടെ ബിയുടെ ഫോമായിട്ടുള്ള പിന്നെ ഇത് ആമാണോ ഈസാണോ അതോ ആരാണോ എന്നുള്ളതാണ് ചേർക്കേണ്ടത്. അടുത്തത് അബ്ദു, മൈ ഡിയർ സുധീർ, ദിസ് ഈസ് അബ്ദു, അല്ലേ നമ്മൾ ഇത് അബ്ദു ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഈസ് ചേർക്കാം. അടുത്തത് സുധീർ, അബ്ദു വാട്ട് എ പ്ലസൻറ്റ് സർപ്രൈസ്, ഹൗ ബി യു മൈ ഫ്രണ്ട്. അപ്പോൾ അടുത്ത എന്താ നീ എൻ്റെ ഫ്രണ്ട് അല്ലേ, ഹൗ ആർ യു മൈ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ അല്ലേ എന്താ സുഖമല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദു പറയണം ഐ ആം ക്വൈറ്റ് ഗുഡ്. സുധീർ, ഐ കോൾ ടു ആസ്ക് ഫോർ ഹെൽപ്പ്, ഐ ഹാവ് എ സ്മോൾ പ്രോബ്ലം. അല്ലേ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് പ്രശ്നം? മൈ മോട്ടോർ സൈക്കിൾ ബി നോട്ട് വർക്കിംഗ് നൗ. അപ്പോൾ അവിടെ ബിയുടെ ഏത് ഫോം ആയിരിക്കും? എൻ്റെ മോട്ടോർ സൈക്കിൾ വർക്ക് ചെയ്യുന്നില്ല. മൈ മോട്ടോർ സൈക്കിൾ ഈസ് നോട്ട് വർക്കിംഗ് നൗ. ഐ ട്രൈ ടു സ്റ്റാർട്ട് ഇറ്റ് മെനി ടൈംസ്. അപ്പോൾ അവിടെ ട്രൈഡ് എന്താണ് ട്രൈഡ് അല്ലേ, ഞാൻ കുറേ സമയം ശ്രമിച്ചു എന്നുള്ളതിന് ട്രൈഡ് യൂസ് ചെയ്യാം. ബട്ട് ഇറ്റ് ഡു നോട്ട് വർക്ക്. അപ്പോൾ ഡൂയുടെ ഏത് ഫോമാണ് എന്നുള്ളത്, അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് വർക്ക് എന്നുള്ളത്. അപ്പോൾ അല്ലേ മോട്ടോർ സൈക്കിൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ദെൻ സുധീർ എന്താണ് റിപ്ലൈ കൊടുത്തത്? ആഹാ, ഡു വൺ തിങ്, ഓപ്പൺ ദ ഫ്യൂൾ ടാങ്ക് ആൻഡ് ലുക്ക് അറ്റ് ദ ലെവൽ ഓഫ് പെട്രോൾ. ഫ്യൂൾ ടാങ്ക് തുറന്നിട്ട് എന്ത് ചെയ്യുക, പെട്രോളിൻ്റെ ലെവൽ നോക്കാൻ പറഞ്ഞു. ദെൻ അബ്ദു, ഓ ഡിയോ ദ ബി നോ പെട്രോൾ അറ്റ് ഓൾ. അപ്പോൾ പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദർ ഇസ് നോ പെട്രോൾ അറ്റ് ഓൾ. ദ ടാങ്ക് ഈസ് എംപ്റ്റി, ഹൗ സില്ലി. ദെൻ സുധീർ, ഇറ്റ് ഈസ് ഓക്കെ മൈ ഫ്രണ്ട്, വി ബി സില്ലി സംടൈംസ്, ഹാവ് എ ഗുഡ് ഡേ. ഇപ്പോൾ ഇത്രയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വി ആർ സില്ലി സംടൈംസ്, ഹാവ് എ ഗുഡ് ഡേ. നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗിവൺ ബിലോ ആർ ഡീറ്റെയിൽസ് ഓഫ് എ പേഴ്സൺ നെയ്മഡ് വിവേക്. ഇവിടെ അല്ലേ ഒരാളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അയാളുടെ പേരാണ് വിവേക് എന്നുള്ളത്. റൈറ്റ് ഡൗൺ എ പാരഗ്രാഫ് ഇൻട്രൊഡ്യൂസിങ് ഹിം ടു അതേഴ്സ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടൊരു പാരഗ്രാഫ് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ എഴുതുക. ഞാനിപ്പോൾ ജസ്റ്റ് എന്താണ് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലേ ഒരു പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് പ്രൊഫൈൽ തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നെയിം വിവേക് എസ് കുമാർ, പ്ലേസ് പട്ടാമ്പി, വർക്കാസ് കാർ ഡ്രൈവർ, ലൈക്സ് ടു വാച്ച് മൂവീസ്, ചാറ്റ് വിത്ത് ഫ്രണ്ട്സ്, വാണ്ട്സ് ടു ഡ്രൈവ് കണ്ടെയ്നർ ട്രക്സ്, ഫാമിലി, വൈഫ് സുശീല ബ്യൂട്ടീഷ്യൻ, ഡോട്ടർ അച്ചു 3 years. അപ്പോൾ നമുക്ക് വിവേക് എസ് കുമാറിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഐ ആം ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ വിവേക് എസ് കുമാർ. നൗ ഹി സ്റ്റേ അറ്റ് പട്ടാമ്പി. ദെൻ ഹി വർക്ക്ഡ് ആസ് എ കാർ ഡ്രൈവർ, അല്ലേ കാർ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹി ലൈക്സ് ടു വാച്ച് മൂവീസ്, ചാറ്റ് വിത്ത് ഫ്രണ്ട്സ്. മൂവി കാണാനും അതുപോലെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാനാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞു. ദെൻ ഹി വാണ്ട്സ് ടു ബിക്കം എ ഡ്രൈവ് കണ്ടെയ്നർ ട്രക്സ്. പിന്നെ അദ്ദേഹം എന്താണ് ഒരു കണ്ടെയ്നർ ട്രക്കിൻ്റെ ഡ്രൈവർ ആവാനാണ് താല്പര്യം, അല്ലെങ്കിൽ അതിന് അങ്ങനെ എന്താണ് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ് ഹിസ് വൈഫ്സ് നെയിം ഈസ് സുശീല, ഷീസ് എ ബ്യൂട്ടീഷ്യൻ. ഹിസ് ഡോട്ടേഴ്സ് നെയിം ഈസ് അച്ചു, ഷീ ഈസ് 3 years old. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ലുക്ക് അറ്റ് ദി പിക്ചർ ക്ലോസ്ലി ആൻഡ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇറ്റ് ഇൻ അബൌട്ട് 60 words. അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു ലുക്ക് അറ്റ് ദി പിക്ചർ ക്ലോസ്ലി. ആ പിക്ചർ നന്നായിട്ട് നോക്കുക. ആ റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇറ്റ്. അപ്പോൾ എന്നിട്ട് ആ പിക്ചറിനെ കുറിച്ചിട്ട് എന്താണ് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. അതായത് അതിനെക്കുറിച്ചിട്ട് എന്താണ് ഒരു 60 വാക്യം ഉൾപ്പെട്ട ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ ആരൊക്കെ ഉണ്ട് നോക്കാം.
അല്ലേ, നമ്മളൊരു ഗ്രാൻഡ് ഫാദറിനെ കാണുന്നുണ്ട്. ദെൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, 2 children, 1 boy, ദെൻ യങ്ങർ വൺ ഈസ് എ ഡോട്ടർ. അപ്പോൾ ഇത്രയാണ്. ദെൻ ഗ്രാൻഡ് ഡോട്ടർ ഈസ് പ്ലേയിങ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളൊരു പിക്ചർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇവർക്കൊരു പേരൊക്കെ കൊടുക്കാം. പേരൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതുപോലെ അവരുടെ ഏജ് പറയാം, വയസ്സ് എത്രയാണെന്ന് പറയാം, അതുപോലെ തന്നെ അവരെന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനൊരു പാരഗ്രാഫ് രൂപത്തിലാക്കിയിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡ് വാട്ട് രേഖ ആൻഡ് അമിന ഡിഡ് യെസ്റ്റർഡേ മോർണിംഗ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ ഫുൾ സെൻറ്റൻസസ്. അപ്പോൾ ഇവിടെ രേഖ ആൻഡ് അമിന രണ്ടാളുകൾ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവർ കഴിഞ്ഞ ദിവസം ചെയ്ത കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അവർ ചെയ്ത് വാട്ട് ഡിഡ് രേഖ ഡു അറ്റ് 7:15, അല്ലേ, അതായത് 7:15 ആവുന്ന സമയത്ത് നമ്മുടെ രേഖ എന്താ ചെയ്തതെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ രേഖ ലീവ്സ് ഹോം. അടുത്തത് ഷീ അറൈവ്സ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്, റീച്ചസ് ദ ടൗൺ, മീറ്റ്സ് ആമിന, ദേ ഗോ ടു എ റെസ്റ്റോറൻറ്റ്, ഗോ ടു ദ ലൈബ്രറി, ഗോ ഹോം. അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ അതിൻ്റെ ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഓരോ സമയത്തും അവരെന്തൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് രേഖ ഡു അറ്റ് 7:15 എന്ന് ചോദിച്ചു. അപ്പോൾ രേഖ ലീവ്സ് ഹോം, രേഖ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. വേർ ഡിഡ് ഷീ അറൈവ്സ് അറ്റ് 7:25, അല്ലേ, എവിടെ എത്തിയത്, ഷീ അറൈവ്സ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. വേർ ഡിഡ് ഷീ മീറ്റ് ആമിന, എവിടെയാണ് പിന്നെ അല്ലേ ഏത് സമയത്താണ് ആമിനയെ മീറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ സമയം കൊടുത്തിട്ടുണ്ട് 8:15, അല്ലേ, 8 എന്നുള്ളത്, അതായത് 7:45. ദെൻ അതിന് ശേഷം അടുത്തത് വാട്ട് ഡിഡ് ദേ ഡു അറ്റ് 8 o'clock, ദേ ഗോ ടു എ റെസ്റ്റോറൻറ്റ്. ദെൻ അടുത്ത വെൻ ഡിഡ് ദേ റീച്ച് ദ ലൈബ്രറി, അവർ ലൈബ്രറിയിൽ എപ്പോഴാണ് എത്തിയത് എന്നുള്ളത് 8:30. അപ്പോൾ ഇത്രയാണ് അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് എന്ത് ചെയ്യുക, സെൻറ്റൻസ് രൂപത്തിലായിട്ട് എഴുതാം. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള വേസ് ഓഫ് ലേണിംഗ് എന്നുള്ള യൂണിറ്റ് കഴിഞ്ഞു. അപ്പോൾ വേസ് ഓഫ് ലേണിങ്ങിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.